ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തൈബയ്ക്കും കനത്ത പ്രഹരമേൽപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്തിന്റെ ഇൻചാർജായ ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുരീദ് കെയിലെ ലഷ്കർ ഇ തൈബ ആസ്ഥാനത്തിന്റെ ഇൻചാർജ് മുദാസിൻ ഖാസ് ഉൾപ്പെടെ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട 5 ഭീകരരുടെ വിവരങ്ങൾ പുറത്തുവന്നു. ഇതിൽ ഹാഫിസ് മുഹമ്മദ് ജമീൽ മൗലാന മസൂദ് അസറിന്റെ സഹോദരി ഭർത്താവാണ്. മെയ് 7-ന് പാക് അധീന കശ്മീരിലെയും പാകിസ്ഥാനിലെയും 9 കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ സൈനിക നീക്കത്തിൽ കൊല്ലപ്പെട്ട 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെയും 2 ലഷ്കർ ഭീകരരുടെയും വിവരങ്ങളാണ് പുറത്തുവന്നത്. ഭീകരരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെ: മുദാസർ ഖാസ്, അബു ജുന്ദാൽ എന്ന പേരിലും ഈ ഭീകരൻ അറിയപ്പെടുന്നു. മുരീദ് കെയിലെ ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനത്തിന്റെ ഇൻചാർജായിരുന്നു. പാക് പട്ടാളത്തിന്റെ ബഹുമതിയോടെയായിരുന്നു സംസ്കാരം. സൈനിക മേധാവിക്ക് വേണ്ടിയും പാക് പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിന് വേണ്ടിയും റീത്ത് സമർപ്പിക്കപ്പെട്ടു. സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് പാക് പഞ്ചാബ് ഐജിയും പാക് സൈന്യത്തിലെ ഉദ്യോഗസ്ഥരും. ഹാഫിസ് മുഹമ്മദ് ജമീൽ, മുരീദ് കെയിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനമായ മർക്കസ് സുബാനയുടെ മുഖ്യ ചുമതലക്കാരൻ. ഇന്ത്യ തിരയുന്ന ഭീകരൻ മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ്, ജെയ്ഷിന്റെ ഫണ്ട് റൈസർ. മുഹമ്മദ് യൂസഫ് അസർ, മൗലാന മസൂദ് അസറിന്റെ മറ്റൊരു സഹോദരി ഭർത്താവ്. ജെയ്ഷിന്റെ ആയുധ പരിശീലനത്തിന് നേതൃത്വം നൽകിയിരുന്നത് യൂസഫ് അസർ ആയിരുന്നു. ഖാലിദ് അഥവാ അബു ആകാശ, ലഷ്കർ ഭീകരൻ. ജമ്മു കശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളുടെ മുഖ്യ ആസൂത്രകൻ. കാണ്ഡഹാർ വിമാനാഞ്ചലിലും പങ്ക്. ഫൈസലാബാദിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പാക് സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മുഹമ്മദ് ഹസൻ ഖാൻ, ജെയ്ഷെ മുഹമ്മദ് ഓപ്പറേഷണൽ കമാൻഡർ മുഫ്തി അസർ ഖാനിന്റെ മകൻ. കശ്മീരിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൽ മസൂദ് അസറിന്റെ സഹോദരനും കാണ്ഡഹാർ വിമാനാഞ്ചലിന്റെ മുഖ്യ ആസൂത്രകനുമായ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ട വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാൻ ദേശീയതയിലെ വിള്ളൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മറയും നീക്കി പുറത്തു വന്നത് ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുത്ത പാകിസ്ഥാന് സ്വന്തം ജനതയിൽ നിന്ന് തന്നെ രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വന്നു. അടിച്ചമർത്തലുകൾക്കെതിരെ പാകിസ്ഥാനിലെ പല കോണുകളിലും പ്രതിഷേധം ഉയർന്നു. ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ ഒരു കാര്യം വ്യക്തമായി: പാകിസ്ഥാന് ഒരു ദേശമെന്ന വികാരമില്ല. പാകിസ്ഥാൻ വീഴുന്നു എന്ന് കണ്ട മാത്രയിൽ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബലൂച്ച് എഴുത്തുകാരനായ മിർ യാർ ബലൂച്ച് ഡൽഹിയിൽ ബലൂച്ച് എംബസി അനുവദിക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. മേഖലയിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയെ വിളിച്ചു. തങ്ങളുടെ സ്വാതന്ത്ര്യം ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കണമെന്ന് വ്യക്തമാക്കി. ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ ക്വറ്റയിൽ നിയന്ത്രണം BLA പിടിച്ചെടുത്തു. പാകിസ്ഥാൻ പതാക താഴ്ത്തി. ബലൂച്ച് ആർമിയുടെ പതാക ഉയർത്തി. പാകിസ്ഥാൻ സൈനികരെ BLA തടഞ്ഞു. 7 സൈനികരെ വധിച്ചു.